ഈവനിംഗ് വിത്ത് സുജയ പാർവതി എന്നാണ് ഈ പരിപാടിയുടെ പേരെങ്കിലും ക്രിസ്മസ് ഈവനിംഗ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. പ്രേക്ഷകർക്കും അങ്ങനെ തോന്നുന്നുണ്ട്. കുറേ സന്ദേശങ്ങൾ വരുന്നുണ്ട്. എന്റെ അമ്മോ സൂപ്പർ എന്ന് ബിലാൽ പറയുന്നു, ഇന്ദു കൃഷ്ണ പറയുന്നു അടിപൊളി, അച്ഛൻ സൂപ്പർ, അനീഷ് പറയുന്നു അച്ഛാ ബഹുത്ത് അച്ഛാന്ന്. അപ്പോൾ അത്രയും കമന്റ്സ് വരുന്നുണ്ട്. നമുക്ക് സാധാരണ നമ്മുടെ റിപ്പോർട്ടറിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള റിപ്പോർട്ടർ ഉണ്ട്, അയാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. അവധിക്കാലമാണ്, കുട്ടികളും വീട്ടുകാരും ഒക്കെയായി ഒന്ന് പുറത്തു പോകണം, എല്ലാവരും എവിടെയെങ്കിലും ഒക്കെ പോകണമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം ഒന്ന് മനസ്സിൽ ഇങ്ങനെ മാത്രം ഒതുക്കി വെക്കരുത്. അച്ഛന് യാത്ര ഇഷ്ടമല്ലേ? യാത്ര ഇഷ്ടമാണെന്നോ? ഒരുപാട് ഇഷ്ടമാണ് യാത്രകൾ ചെയ്യാൻ, പുതിയ സ്ഥലങ്ങൾ കാണാൻ, പ്രകൃതി ഭംഗികൾ ആസ്വദിക്കാൻ. അച്ഛൻ എന്താ പയ്യന്നൂരിൽ നിന്ന് കാർ ഓടിച്ചാണ് ഇവിടെ വരെ വന്നത്? അതെ, തീർച്ചയായും തീർച്ചയായും. എന്ത് രസമായിരുന്നു, മനോഹരമായ യാത്രകൾ, ക്രിസ്മസിന്റെ അലങ്കാരങ്ങൾ, അതുപോലെ ജനങ്ങളുടെ തിരക്ക്, അതുപോലെ പുതിയ പുതിയ ഓരോ മാറ്റങ്ങളും, ഇവയൊക്കെ നമ്മുടെ മനസ്സിന് വലിയ സന്തോഷം നൽകുന്നതാണ്. അപ്പൊ ആ സന്തോഷം എന്ന് പറഞ്ഞാൽ മനസ്സൊന്ന് റിഫ്രഷ് ആക്കണം. പിന്നെ അല്ലെങ്കിൽ എന്ത് ജീവിതമാണ്, എന്തിനാണ് ഭായി നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്? അധികം ദൂരെയൊന്നും വേണ്ട, നമ്മുടെ ജില്ലയിലും കാണും അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യാത്ത, അധികം യാത്രാ ചെലവൊന്നും വേണ്ടാത്ത നല്ല കിഡിലൻ വൈബുള്ള സ്ഥലം. ഇനി മുതൽ പറ്റുന്ന പോലെ ആ സ്ഥലങ്ങളൊക്കെ ഞങ്ങളും പറഞ്ഞു തരാൻ പോവാണ്. അപ്പോൾ അതിന്റെ ഉദ്ഘാടനം നമ്മൾ നിർവഹിക്കാൻ പോവാണ്. നമ്മൾ കോഴിക്കോട്ടു നിന്നാണ് തുടങ്ങുന്നത്. കോഴിക്കോട് ചാലിയത്ത് നമ്മുടെ സ്റ്റാർ റിപ്പോർട്ടർ ദീപക് മലയമ്മ നിൽക്കുന്നുണ്ട്. ദീപക് മലയമ്മ, ഗുഡ് ഈവനിങ്. എനിക്കൊപ്പം നിൽക്കുന്ന അച്ഛനെ കണ്ടോ? ദീപകിന്റെ ഫാൻ ബേസ് ഒക്കെ അച്ഛൻ കൊണ്ടുപോയി എന്നാ തോന്നുന്നത്. വെരി ഗുഡ് ഈവനിങ് ആണല്ലേ? അച്ഛൻ കൊണ്ടുപോട്ടെ. അച്ഛൻ അല്ലെങ്കിലേ ഫാൻ ബേസ് ഉള്ള ആളാണല്ലോ. ഇല്ല, ഫാൻസ് ബേസ് ഒന്നും ഇല്ല കേട്ടോ. ദീപക്, ഞാൻ അച്ഛനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അച്ഛൻ ഈ പരിപാടി അതുപോലെ തന്നെ പള്ളിയുടെ ചുമതലയുണ്ട്, ഇടവക വികാരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് യാത്രകളൊന്നും പോകാൻ പറ്റാറില്ല. പക്ഷെ അച്ഛന് കണ്ണൂരിൽ നിന്ന് പെട്ടെന്ന് വന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ദീപക് നിൽക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഞാൻ നിൽക്കുന്നത് ചാലിയത്താണ്. അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ പയ്യന്നൂരിൽ നിന്ന് വാഹനം ഓടിച്ചാണ് എറണാകുളത്തേക്ക് വന്നതെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു പോകുന്ന വഴിക്ക് ഇങ്ങ് കോഴിക്കോട് ചാലിയത്ത് വരണം എന്ന് ഞാൻ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഓഷ്യാനസ് ചാലിയം എന്നുള്ളതാണ് ഈ ഒരു ബീച്ചിൻ്റെ പേര്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സുജയ, ഇന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് അക്ഷരാർത്ഥത്തിൽ. പക്ഷേ ഈ വിദേശ ബീച്ചുകളോടൊക്കെ കിടപിടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സർക്കാർ സംവിധാനം ടൂറിസം ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു സംവിധാനം ഒരുക്കുകയാണ്. ഇപ്പം തന്നെ കണ്ടോ, വൈകിട്ട് 6:30-ക്കാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. അതിന് മുന്നേ തന്നെ നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് വൈകുന്നേരങ്ങൾ ചെലവഴിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തുകയൊന്നും ചെലവഴിക്കാതെ, എന്നാൽ അതിൽ ഏറ്റവും നല്ല രീതിയിൽ വന്ന് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഇടമായി ഈ ചാലിയത്തെ ബീച്ച് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുൻപ് ഇതിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെ ടൈലൊക്കെ പാകി, അല്ലെങ്കിൽ ഇങ്ങനെ ബാംബു കിയോസ്കുകളോ അമ്പർലകളോ ഇവിടെ ഇരിക്കാനുള്ള സംവിധാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കേവലം മണ്ണൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു സാധാരണ ബീച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ, വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇടമായിരുന്നു. അതിനെ ഈ നിലയ്ക്ക് ഇതിനോടൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഒരു പുലിമുട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കടലും ഒപ്പം തന്നെ നമ്മുടെ പുഴയും ചാലിയാറും ചേരുന്ന ഭാഗത്തേക്ക് നമുക്ക് കടലിൻ്റെ ഓരത്തുകൂടി ഇങ്ങനെ നടന്നു പോകാം എന്നുള്ളതാണ്. അവിടെ ആ ഒരു പുലിമുട്ടിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയൊക്കെ കൃത്യമായ ലൈറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ അവധിക്കാലത്ത് ഏറ്റവും ഗംഭീരമായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഇടമായിരിക്കും ഇത് എന്നുള്ളതാണ് പറയാൻ സാധിക്കുക. എനിക്കിപ്പോൾ ഒരു കുഞ്ഞ് ആൾ കൂടി ചേരുന്ന ഒരു 8ാം ക്ലാസ്സുകാരനാണ്, ഷബീബാണ്. ഷബീബ് ഇവിടുത്തുകാരനാണ് അല്ലേ? ഷബീബ്, എങ്ങനെയുണ്ട് ഷബീബയുടെ ഒരു മാറ്റം? സൂപ്പറാണ്. ഷബീബ് പറയായിരുന്നു 8ാം ക്ലാസ്സിൽ പഠിച്ച് തുടങ്ങുന്ന സമയത്ത് ഇവിടെ പരിപാടികൾ തുടങ്ങിയത് പെട്ടെന്ന് തീർന്നു എന്നാ പറയുന്നത്. പെട്ടെന്ന് തീർന്നോ? ഇപ്പൊ കുറെ പേരൊക്കെ വരുന്നുണ്ടോ? എവിടെ നിന്നൊക്കെ ആളുകളാണ് വരുന്നത്? എല്ലാ സ്ഥലത്തുനിന്നും വരുന്നുണ്ട്. കോഴിക്കോട് നിന്നെല്ലാം ആൾക്കാരെല്ലാം ഉണ്ട്. നേരത്തെ വേറെ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടോ? കോഴിക്കോട് ബീച്ചിലെല്ലാം പോയിട്ടുണ്ട്. അതാണോ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഇതാണോ ഇപ്പൊ ഇഷ്ടപ്പെട്ടത്? ഇത് എന്താ കാര്യം? നല്ല ഇവിടെ എന്തായാലും സാധ്യതയുണ്ട്, സെറ്റിലുണ്ട്, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കിയോസ്കുകളൊക്കെ കണ്ടോ? ഇതൊക്കെ ഇനിയിപ്പം തുറന്ന് പ്രവർത്തിക്കാൻ പോകുന്നതാണ്. ഇതൊക്കെ ബാംബു കിയോസ്കുകളാണ്. ഇങ്ങനെ ഏതാണ്ട് ഈ ഒരു ഏരിയയിൽ തന്നെ 14ഓളം ബാംബു കിയോസ്കുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് കാണാം, ആ ഒരു വശത്തേക്ക് നോക്കിയാൽ പൊതുവേ ഈ ബീച്ചിലേക്കൊക്കെ ചെല്ലുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ടോയ്ലറ്റ് സൗകര്യമൊന്നും ഇല്ലാതൊക്കെയുള്ള പരാതികളാണ് വളരെ സജീവമായി തന്നെ ഉയരാറുള്ളത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി പ്രഥമ പരിഗണന ടൂറിസം നമ്മുടെ ആകാശ ദൃശ്യങ്ങളുണ്ടല്ലോ, ആകാശ ദൃശ്യങ്ങൾ തരുന്ന ഒരു വൈബ് ഒന്ന് വേറെയാണ്. ആകാശ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അച്ഛാ അങ്ങോട്ടൊന്ന് പോകാൻ തോന്നുന്നില്ലേ? തീർച്ചയായും എനിക്കും തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ആയി പോയില്ലേ? അപ്പൊ ദീപക്, വേറെ എന്തൊക്കെയാണ് അട്രാക്ഷൻസ്? പിന്നെയുള്ള പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ ഒരു തീരത്തുള്ള കാര്യങ്ങൾ മാത്രമല്ലേ കാണിച്ചിട്ടുള്ളൂ. എൻ്റെ ഒപ്പം ഷനിൽ കണ്ണനാണുള്ളത്. അവിടെ ഹെലിക്യാം ദൃശ്യങ്ങൾ നമുക്ക് ജിതിനും തരുന്നുണ്ട്. ആ കടലിലേക്ക് കൂടിയുള്ള ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിച്ചാൽ വളരെ ഗംഭീരമായിരിക്കും. കണ്ടോ, വളരെ സൂപ്പറായിട്ട് നമുക്ക് സൂര്യാസ്തമയം ഇവിടെ ഇരുന്ന് കാണാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കടൽ തീരത്ത് നല്ലൊരു ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടുന്ന് നമുക്ക് കടലിന് അഭിമുഖമാക്കിയായി ഇരുന്നു കൊണ്ട് ഇത് ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് പൊതുവേ താരതമ്യേന അങ്ങനെ കുറയുന്ന സാഹചര്യം ഉള്ളപ്പോഴാണല്ലോ ഇങ്ങനത്തെയൊക്കെ കാഴ്ചകൾ സമ്മാനിക്കാൻ ഉതകുന്ന ഇടങ്ങൾ ഉണ്ടായിത്തീരുന്നത് എന്നുള്ളതാണ്.
അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങൾ എക്സാക്ട്ലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമായിട്ട് ഇത് മാറും എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. കുറേ ആളുകളൊക്കെ ഇവിടെയൊക്കെ വന്ന്, നിങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങളിവിടെ അടുത്ത് തന്നെയാണ്. അടുത്ത് തന്നെയാണ്. എവിടെ നിന്ന് വരുന്നത്? പരപ്പനങ്ങാടി. പരപ്പനങ്ങാടി. എങ്ങനെയുണ്ട് പരപ്പനങ്ങാടി? സാറല്ല നമ്മളെ നാട്. ഇഷ്ടപ്പെട്ടോ? ഇത്ത ഓടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ ഒരു ഏരിയ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണ്. എന്താ മറ്റിടങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു വ്യത്യസ്തത എന്താ തോന്നി? അങ്ങനെ അല്ലായിരുന്നു, ഇപ്പൊ നല്ല വികസനം വന്നു. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അടിപൊളിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സ്ഥലം വരും, തീർച്ചയായിട്ടും വരും, സജസ്റ്റ് ചെയ്യും. ഉറപ്പായിട്ടും. എന്തായാലും അടിപൊളിയാണ്. അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഇവിടെ മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം തന്നെ നമുക്ക് അങ്ങ് ദൂരെ ഒരു ഹട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഹെലിക്യാം ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണാമെന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ ഒരു ബാംബു റെസ്റ്റോറൻറ്റ് ഉൾപ്പെടെ സജ്ജീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൂടി വരുന്ന മുറയ്ക്ക് ആളുകൾക്ക് ഏറ്റവും രസകരമായി വൈകുന്നേരങ്ങൾ ചിലവഴിക്കാൻ പറ്റുന്ന ഒരു ഇടമായി ഇത് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ചേട്ടാ എവിടെ നിന്ന് വരുന്നത്? ഇവിടെ എത്ര അടുത്തായിട്ട് ഇപ്പോഴാണോ വരുന്നത്? ഞങ്ങൾ ഇവിടെ തന്നെ ഫുൾ ടൈം ഫുൾ ടൈം ഇവിടെ തന്നെയാണ്. ഈ ഞാൻ എല്ലാവരും ചോദിക്കായിരുന്നേ, മുൻപുള്ള മാറ്റവും ഇപ്പോഴുള്ള മാറ്റവും നല്ല മാറ്റമാണ് ഇവിടെ. നേരത്തെ എങ്ങനെയായിരുന്നു ഈ ഒരു ഏരിയ? അപ്പൊ നേരെ ഞങ്ങൾ വരാവാ. അടിപൊളി. അപ്പോൾ അങ്ങനെയാണ് സുജയ. എന്തായാലും ആളുകളെ സംബന്ധിച്ച് അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന എന്താണിത്? കഴിച്ചു കഴിഞ്ഞോ? എവിടെ മണ്ണൂറയില് ഇഷ്ടപ്പെട്ട എവിടെയൊക്കെ ഉണ്ട്? ഇനിയിപ്പോ എന്തൊക്കെയാ വേണ്ടേ? ഹോട്ടലൊക്കെ വന്നു കഴിഞ്ഞാലോ ഇവിടെ അടിപൊളിയാവും. അപ്പോൾ അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇടമായി പൂർണ്ണമായും മാറിയിട്ട് ഇവിടുത്തുകാരാണോ? ആണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു മാറ്റമൊക്കെ? എങ്ങനെയുണ്ട്? വളരെ ഭയങ്കര ചേഞ്ചല്ലേ വന്നിട്ടുള്ളത്. ഇത്രയും ഇങ്ങനെ ഒരു ഇതിൽ വരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അത്രയും രസമായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. ദീപക് ശരിക്കും ഓപ്പൺ ചെയ്യപ്പെടും. അവിടെ ബാംബു റെസ്റ്റോറന്റ് വരും. ഇതിലൊക്കെ ഷോപ്പുകൾ വരാൻ പോവാണ്. അതെ ഉഷാറായിട്ടുണ്ട് എന്നുള്ളത്. ഇതിനപ്പുറത്തേക്ക് ഇതിനെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് എനിക്കറിയില്ല. അത് ദൃശ്യങ്ങളിൽ തന്നെ അതിന്റെ ചാരുത നമ്മുടെ സ്വന്തം ജിതിൻ പകർത്തുന്ന ആകാശ ദൃശ്യങ്ങൾ. ജിതിൻ അച്ഛൻ ഇവിടെ നിന്ന് കാണുകയാണ്. ഞങ്ങളുടെ ക്യാമറാമാന്റെ പേരും ജിതിൻ എന്നാണ്. ഞങ്ങൾ സ്നേഹത്തോടെ തക്കൂന്ന് വിളിക്കും. അപ്പോൾ ജിതിൻ പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ കടൽ തീരത്ത് കൂടിയൊക്കെ ഒന്ന് നടക്കാൻ ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നുണ്ട്. അച്ഛൻ പോകണം കേട്ടോ. ചാലിയത്തേക്ക് പോയി ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ഈ ഒരു വൈബിംഗ് സ്പോട്ട് നമുക്ക് പരിചയപ്പെടുത്തി തരികയായിരുന്നു ദീപക് മലയമ്മ. ഇതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്താൽ മതി. എക്സ്പ്ലോർ ചെയ്യാൻ മടിയുള്ളവർക്ക് നമ്മൾ ഇതുപോലെ കാട്ടിക്കൊടുക്കും.